ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Praise be to the holy name of God. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ കൺവെൻഷൻ്റെ ആദ്യ രാത്രിയിലും കടന്നു വന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. We express our thanks and greetings for all those who accepted our invitation, have come for the first night meeting of this convention. നാം ഒരു അന്ത്യ കാലഘട്ടങ്ങളിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് ലോക സംഭവം നമ്മെ വിളിച്ചറിയിക്കുന്നു. The events that is happening around the world is clearly indicating that we are in the last days. മറുഭാഗത്ത് കർത്താവായ യേശു മടങ്ങി വരും എന്ന പ്രവചനം അവിടെയായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. On the other hand, the prophecies concerning the second coming of our Lord Jesus is being fulfilled in many places. യേശു പറഞ്ഞതായ തിരുവെഴുത്ത് അതുപോലെ നിവൃത്തിയാകുന്നത് കൊണ്ട് നാം നമ്മുടെ തലകളെ ഉയർത്തേണ്ട സമയമാണ്. As the prophecies concerning Jesus, what the Jesus said is being fulfilled, it is time for us to lift up our heads. ഇന്ന് രാത്രിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു മിനിറ്റ് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തിരുവചന ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ യിരെമ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും അതോടൊപ്പം 50-ാം സങ്കീർത്തനം 15-ാം വാക്യവും വായിച്ചുകൊണ്ട് തിരുവെഴുത്തിൽ നിന്ന് ചില സത്യങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. For our meditation this evening, let us turn our attention to the book of Jeremiah, chapter 33, verse 3, and also Psalms 50, verse 15. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നമ്മുടെ ദൈവം നമുക്ക് ഉത്തരം നൽകുന്ന ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവെഴുത്തിൽ നിന്ന് ചില സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. I want to say about the theme that our Lord Jesus, God is the one who answers our prayers. Based on that, I want to share some words from the scripture. ഇന്ന് മനുഷ്യന്റെ ജീവിതത്തെ നാം പരിശോധിച്ച് നോക്കുമ്പോൾ പലതരത്തിലും പല പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലും കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. When we see the life of man, he is going through many trials and temptations and difficulties. അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയും ഉത്തരം കിട്ടുവാൻ വേണ്ടിയും പലതരത്തിലുള്ളതായ പരിശ്രമങ്ങൾ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And the man is trying to find different ways to solve all the problems and to receive answers for all the queries. എവിടെ പോയാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടും എന്ന് മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. And this is the time when man is seeking to find a solution for all the problems and to receive answers for all the questions in his life. അതിനുവേണ്ടി മനുഷ്യൻ്റെതായ പരിശ്രമം കൊണ്ട് അവൻ അറിഞ്ഞതായ രീതിയിൽ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു പരിധി വരെ ഒക്കെയും അവൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും എന്ന് അവൻ വിശ്വസിക്കുന്നു. എന്നാൽ ഉദ്ദേശിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. And for that purpose, man is taking effort to solve the problems by going to doing some spiritual things and seeking the Lord, but to some extent he is able to achieve, but not completely. എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക? Where can a man find solutions for all his problems? ആരെ വിളിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും? Unto whom should this man call upon to receive the solution? ഒന്നാമതായി മനുഷ്യൻ ചിന്തിക്കേണ്ടത് അവന്റെ പ്രശ്നങ്ങൾക്ക് എന്തുകൊണ്ട് പരിഹാരം കിട്ടുന്നില്ല എന്ന വിഷയത്തെ സംബന്ധിച്ച് അവൻ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. First of all, man must consider why he is unable to receive this proper solution for his problems. ഈ പ്രവചന പുസ്തകത്തിലെല്ലാം വായിച്ചതായി തിരുവെഴുത്തിൽ ദൈവം പറയുകയാണ്, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം അരുളുന്ന ദൈവം എന്ന്. In the prophetical book where we read the verse, God says, "Call unto me and I will answer him." അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ചിന്തിക്കും, ഞാൻ വിളിക്കുന്നില്ലയോ, ഞാൻ ഒരു ദൈവത്തെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെയും മനുഷ്യൻ ചിന്തിക്കാറുണ്ട്. Then man may say that I am calling upon the Lord, I am seeking the Lord, then why I am not receiving answer?
പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം അരുളാം. And to prophet Jeremiah, the Lord said, call upon me, I will answer thee. ദൈവം നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണെന്ന് തിരുവെഴുത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. In these days we want to consider that Lord is the one who answers for our calls. 138 സങ്കീർത്തനം വായിക്കുമ്പോൾ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം എന്റെ നിലവിളി കേട്ട് എനിക്ക് ഉത്തരം അരുളി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. When we come to the 138th Psalm and the 3rd verse, in the day when I cried, thou answeredst me, says David. ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിൽ കർത്താവായ യേശു മുഖാന്തരം ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് ഇന്ന് രാത്രി ഈ തിരുവചനത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. From the scripture portion, we want to remain that for whatever may be the problems you are facing in your life, Lord Jesus is going to answer all your problems. ഈ ലോകത്തിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ സമീപിച്ചതായ മനുഷ്യന്റെ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾക്ക് ക്രിസ്തുവിൽ കൂടെ ഉത്തരം ലഭിക്കുവാനിടയായി തീരുന്നു. When Lord Jesus was upon the earth and all those people who approached unto Jesus to receive the solution for their problems, they were able to receive it. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതായ പ്രവചനങ്ങളും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ആയിരുന്നപ്പോൾ അവൻ അതുപോലെ നിവർത്തിച്ചതായി തിരുവെഴുത്തിൽ നമുക്ക് കാണാം. Also from the scriptures we can understand all the fulfillments about the prophecy concerning Jesus Christ was fulfilled on his days. ദൈവം നമുക്ക് ഉത്തരം നൽകണമെങ്കിൽ ആ ഉത്തരം എങ്ങനെയാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് 6 വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ തിരുവെഴുത്തിനെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. In these days I want to consider 6 things concerning how the Lord will answer for all our problems or all the questions that we are putting to God. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടുവാൻ കഴിയാത്ത രീതിയിൽ അവനെ തടയുന്നത് എന്താണ്? What is that which is preventing man from receiving answer for his problems? മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു, എന്നാൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാത്ത രീതിയിൽ അവനെ തടയുന്ന ചില ശക്തികളെ സംബന്ധിച്ച്, ചില അനുഭവങ്ങളെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് വായിച്ച് പഠിക്കാം. Man is calling upon God, he is seeking God to receive answers for his problems, but there is something that is preventing. There are some spirits which are preventing. In these days we can meditate about it. മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന്റെ സ്വരൂപത്താലും അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. From Genesis we can read that man was created in the own likeness and image of our God. ദൈവത്തെ അവൻ വിളിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ മുൻപിലേക്ക് അല്ലെങ്കിൽ ദൈവം അവനെ അന്വേഷിക്കേണ്ടതിന് തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. From the word of God we learn that when man called upon God, the God came down to the garden to meet the man. ഇത്രമാത്രം ദൈവത്തിൽ അടുത്ത് ജീവിച്ചതായി മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് അവനെ അകത്തിക്കളയുന്നതായ ചില പാപ സ്വഭാവത്തിന് അവൻ അടിമയായി തീരും. The man who was living in close relation with the God, one fine day he fell because of the sin from the presence of God. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ദൂരമാക്കുന്നു, അകത്തിക്കളയുന്നു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് കാണാം. From the word of God we can understand it is the sin which makes man to go far away from God. മനുഷ്യന്റെ പാപം ദൈവത്തിൽ നിന്ന് അവനെ അകത്തിക്കളയുന്നത് മാത്രമല്ല, തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. Not only the sin separates man from God, we also read from the scriptures that Lord does not answer the prayer of the sinners. അവൻ ദൈവത്തെ വിളിക്കുന്നുവെങ്കിലും അത് ദൈവത്തിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതായി ഒരു മറുപടി അവന് കിട്ടാത്തത് കൊണ്ട് അതിന്റെ കാരണം അന്വേഷിക്കുവാൻ കഴിയാത്തവനായി മനുഷ്യൻ ഇന്ന് നിരാശയിൽ തള്ളപ്പെട്ടിരിക്കുകയാണ്. Though man is praying unto God, he is unable to receive the answer and he is unable to find the reason for that. എന്നാൽ തിരുവെഴുത്തിൽ നാം പഠിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ കാലാകാലങ്ങളായിട്ട് അവൻ പരിഹാരത്തിന് വേണ്ടി പല മാർഗങ്ങൾ അന്വേഷിച്ചു, എല്ലാം തന്നെ പരാജയപ്പെട്ടു പോയി. From the word of God we can understand man was trying to find diverse ways to find solutions for his problems, but everything ended in failure. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് ഉത്തരം നൽകുന്നതായി ദൈവം എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. Tonight I want to turn your attention to how our God who answers prayers will be able to answer for all our problems. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം
18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നാം വായിക്കുമ്പോൾ When we come to 1 Kings chapter 18 verse 24, ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു തകർച്ചയുടെ അനുഭവത്തെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. here we can see a falling that has happened in the life of the children of Israel. ദേശത്തിൽ മഴയില്ലാത്തതുകൊണ്ട് ഒരു കടുത്ത ക്ഷാമം അനുഭവപ്പെട്ടിരിക്കുകയാണ്. Because there was no rain in that land, there was a great famine. മഴയില്ലാത്തതുകൊണ്ട് ഒരു കടുത്ത ക്ഷാമം ദേശത്തിൽ കടന്നു വരികയും അവർ വളരെയേറെ പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. Because there was no rain and there was a great famine and the people were going through much problem. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ അവൻ ദൈവത്തോട് അടുക്കുന്നു, ചില വ്യക്തികളോ ദൈവത്തിൽ നിന്ന് അവർ കുറെ കൂടെ ദൂരത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. When people are facing problems, some of them are drawing closer to God, but there are few people who are going away from the presence of God. മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ രണ്ട് ചിന്താഗതി അവന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. And there are two thoughts which is coming into the mind of man. ഇവിടെ ഒരു രാജാവിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം വളരെ കഠിന ഹൃദയമുള്ളവനായി മാറിയെന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. Here when we read about the king here, he became, his heart was hardened. അവൻ ദൈവത്തെ അന്വേഷിക്കുവാനോ അവൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. He did not consider to seek the help of God. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? But how will the problems be solved? ഇവിടെ നമുക്ക് വായിച്ച് പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് പ്രവാചകനായി ഏലിയാവ് ദൈവം എങ്ങനെ ഉത്തരം നൽകുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഈ ജനത്തോട് പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. Here we can see the prophet is saying unto the people how the God answers by fire, and he is a prayer answering God. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഒരു ഉത്തരം ദൈവത്തിൽ നിന്ന് തന്നെ മനുഷ്യന് കിട്ടേണ്ടത് ആവശ്യമാണ്. If a man has to find a solution for his problem, he must receive answer from God. ദേശം കടുത്ത ക്ഷാമം കൊണ്ട് അവിടെയുള്ളതായി ജനങ്ങൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. And the land is full of famine and all the people of the land are crying. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ അവനെ തകർത്ത് കളയുവാൻ പോകുന്നതായ അല്ലെങ്കിൽ തകർത്ത് കളയുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവൻ നിലവിളിക്കുന്നു, യഥാർത്ഥമായ മറുപടി അവന് കിട്ടുന്നില്ല. Today also man is facing diverse problems in his life that is destroying his life. He is calling upon God, but he is not receiving the answer. ഈ രാജാക്കന്മാരുടെ പുസ്തകം 17-18 അധ്യായങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ When we read the 1 Kings chapter 17 and 18, ഈ അധ്യായങ്ങളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കൊണ്ടുവരാം. we can turn our attention to 3 important things of this subject. ഒന്നാമത് ഈ പ്രശ്നത്തിന്റെ സമയത്തെ സംബന്ധിച്ച് നാം പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു കടുത്ത ക്ഷാമം അവരെ തകർത്തുകൊണ്ടിരിക്കുന്നു. First of all, this time when this situation was happening was a famine and it was destroying the people. രണ്ടാമതായി നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ 2 തട്ടിൽ 2 തോണിയിൽ കാൽച്ചവട്ടി അവർ ജീവിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. At the same time, the people were of 2 groups or 2 opinions, journeying in one boat with 2 legs on both sides. മൂന്നാമതായിട്ട് അന്നത്തതായി യാഗപീഠത്തെ നമ്മൾ നോക്കിയാൽ അതെല്ലാം തകർന്ന് കിടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. Thirdly, we can see about the altars in those days, they were all broken state. ഈ സാഹചര്യത്തിൽ പ്രവാചകനായി ഏലിയാവ് അവരോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, തീ കൊണ്ട് ദൈവം ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. In this situation, prophet Elijah is revealing unto the people that there is a God who answers by fire. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായ ഒരു ദൈവമുണ്ടെന്ന് അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. He is reminding that there is a God who is able to solve all their problems. എങ്ങനെയാണ് ദൈവം തീ കൊണ്ട് അവർക്ക് ഉത്തരം നൽകുവാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഏലിയാവ് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. Also, prophet Elijah is reminding how the Lord is able to send fire and answer them. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് അവന്റെ പാപത്തിന് പരിഹാരം നൽകുവാനായിട്ട് ഒരു യാഗമൃഗത്തെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യം എന്നതായി സത്യം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. Here we can see a truth for the remission of the sins of man. Yes, sacrifice must be offered. ഇവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതിന് ഏലിയാവ് ഒരു യാഗവസ്തുവിനെ തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. Here to solve the problems, here prophet Elijah chose a sacrifice. അതുപോലെ തന്നെ മറുഭാഗത്തും ഒരു യാഗമൃഗത്തെ അവർ തിരഞ്ഞെടുത്തു.
അവർ രാവിലെ തൊട്ട് വൈകിട്ട് വരെയും അവർ നിലവിളിച്ചു, യാഗം അർപ്പിച്ചു, യാതൊരു ഉത്തരവും അവർക്ക് ലഭിച്ചിട്ടില്ല. On the other side also they chose an animal for sacrifice from morning till evening. They were crying unto their God, but there was no answer. 18-ാം അധ്യായം എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ അവർക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. When we go through the 18th chapter, we can understand that they did not receive any answer. 29-ാം വാക്യം നാം വായിക്കുമ്പോൾ വ്യക്തമായി അത് പറഞ്ഞിരിക്കുകയാണ്. On the 29th verse, it is very clearly mentioned. മനുഷ്യൻ അവന്റേതായി ഇഷ്ടമനുസരിച്ച് അവന്റെ താല്പര്യമനുസരിച്ച് അവൻ യാഗമർപ്പിച്ച് പാപമോചനം പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. Man, in order to receive the remission of his sins, he is offering sacrifices according to his own will and pleasure, but he is unable to receive. എന്നാൽ പാപത്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് അത് ക്രിസ്തു മുഖാന്തരമെന്ന് തിരുവെഴുത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. But it is very clearly recorded in the word of God that the remission of sin is only through Lord Jesus Christ. പാപം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി ഒരു യാഗം ആവശ്യമെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. And the word of God clearly teaches that there is a sacrifice required for the remission of sin. യാഗത്തിൽ കൂടെ അല്ലാതെ പാപത്തിന് പരിഹാരം ഒരിക്കലും കണ്ടെത്തുവാൻ മനുഷ്യന് സാധ്യമല്ല. Without a sacrifice, man cannot find a solution for his problems. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ, When we come to Genesis chapter 3 verse 21, 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുന്നതായ സമയത്ത് അവിടെ ഒരു യാഗമൃഗം അല്ലെങ്കിൽ അടിക്കപ്പെടുന്നത്, അറുക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. there we can see any animal is offered as a sacrifice. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഒരു മൃഗം അവിടെ അറുക്കപ്പെടുന്നത് അത് മറഞ്ഞിരിക്കുന്നതായ ഒരു സത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. There we can see that there is a hidden truth that animal is slain. എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടി അവന് വസ്ത്രമുണ്ടാക്കി കൊടുക്കേണ്ടതിന് അവിടെ ഒരു മൃഗം അടിക്കപ്പെട്ടു അല്ലെങ്കിൽ അറുക്കപ്പെട്ടു എന്നുള്ളത് അവിടെ മറഞ്ഞു കിടക്കുന്നതായ ഒരു സത്യമാണ്. In order to make a cloth or a coat of skin for man, there was an animal that was slain that is hidden in that passage. പാവം മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവന് വേണ്ടി ഒരു യാഗം ആവശ്യമെന്നതിന്റെ ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നത്. Here we can clearly, there is an indication for a man who is in sin. There must be a sacrifice that is needed to be offered. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് കാരണം പാവമാണെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. The word of God clearly teaches that for all the problems of man, the reason is sin. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിന്റെ പരിഹാരം എങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ കഴിയുന്നത്? How can a man find solution for all his sins? ഇന്ന് രാത്രികാലം ഈ തിരുവെഴുത്തിനെ ആസ്പദമാക്കി ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. I want to turn attention based on the scripture portion tonight. ഈ വചനം നാം പഠിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ചില സത്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. When we go through the scripture, we can understand some truths. പാപം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് ഒന്നാമത് ഈ തിരുവെഴുത്ത് നമ്മെ സൂചിപ്പിക്കുകയാണ്. The word of God clearly indicates that sin is a truth. എവിടെ പാപമുണ്ടോ ആ പാപം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിനുവേണ്ടി ഒരു യാഗം അർപ്പിക്കപ്പെടണം, അല്ലാതെ പാപത്തിന് പരിഹാരം ഉണ്ടാകുകയില്ല. If there is a sin in any place, there must be a remission of sin, and for that a sacrifice is required. അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പാപത്തിന് അതിൻ്റെതായ പരിണിത ഫലം അവൻ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. If the sin is continuing to exist, there will be consequences, which is very sure. ആദാം പാപം ചെയ്തപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ, When we read the Genesis, we can understand when Adam committed sin, what happened to him. അവൻ നഗ്നനായി മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് മുൻപിൽ നിൽക്കുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുന്നു. He became naked, that he is unable to stand before the presence of God. അവൻ ദൈവത്തോടുള്ളതായ ഐക്യതയിൽ ജീവിച്ചവനായിരുന്നു. എന്നാൽ പാപം അവനെ ദൈവത്തിൽ നിന്ന് ഇപ്പോൾ ദൂരപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവനെ വേർതിരിച്ചു കൊണ്ടുപോകുന്നു. He was a man living in unity or fellowship with God, but because of sin, the sin is separating him from God. ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഓടി വന്നതായ മനുഷ്യൻ ഇപ്പോൾ ഒളിക്കുവാനുള്ളതായ സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. A man who always runs to hear the voice of the Lord, now he is trying to hide himself. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, If you ask what is the reason for it, മനുഷ്യന്റെ
ഉള്ളിലെ പാപം അവനെ ദൈവത്തിൽ നിന്ന് ഒളിക്കുമാറാക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവനെ അകത്തിക്കളയുന്നു. The sin which is dwelling within the man is making himself to hide from the presence of God, or is running away from God. ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു രാത്രി സമയത്ത് ഒരു മനുഷ്യൻ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ കുടയൊന്നുമില്ലാതെ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ രാത്രി നടന്നു പോകുകയാണ്. I have heard an incident that a man was walking in the middle of the night where there was heavy rain. അവൻ ഇങ്ങനെ നടന്ന് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വാഹനം വരുന്നു. വാഹനത്തിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങി. അദ്ദേഹം തന്റെ കയ്യിൽ കുടയുമായിട്ട് അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് തന്റെ സഹപ്രവർത്തകനെ പറഞ്ഞ് അയക്കുകയുണ്ടായി. And immediately a vehicle was passing by. A man got out of the vehicle and gave an umbrella to help him. ഈ മനുഷ്യൻ കുടയുമായിട്ട് അദ്ദേഹത്തോട് അടുത്ത് ചെന്നപ്പോൾ Then this man went with the umbrella near to that person. അവൻ തിരിഞ്ഞു നോക്കിയിട്ട് അവൻ ഓടുവാൻ തുടങ്ങി. He looked back and he started running. എന്താണ് ഇതിന്റെ കാരണമെന്ന് അറിയാമോ? You know what is the reason? അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. He was a police officer. ഈ മനുഷ്യൻ ഒരു മോഷ്ടാവായിരുന്നു. ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. എന്നാൽ അവനെ സഹായിക്കുവാനാണ് പോയത്. അവനോ അവരെ കണ്ടപ്പോൾ ഓടുവാൻ തുടങ്ങി. And that man was a thief. But this police officer did not know that they wanted to help this person, but the other man was running. മനുഷ്യനെ സഹായിക്കുവാൻ തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ അവൻ ഓടി ഒളിക്കുകയാണ്. When God came down to the garden to help man, he was trying to hide himself. ദൈവത്തെ കാണുവാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. Man wants to see God. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന ആഗ്രഹത്തോട് മനുഷ്യന് ഇന്ന് ദൈവത്തെ അന്വേഷിക്കണമെന്നും ആഗ്രഹത്തോട് ജീവിക്കുന്നവനാണ്. Man is living with the desire that all his problems will be solved by seeking the presence of God. എന്നാൽ ദൈവം വിശുദ്ധനായ ദൈവമാണ്. But God is a holy God. ആ ദൈവത്തോട് ഒരു മനുഷ്യന് അടുക്കണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് അവന് ഒരു പരിഹാരം ഉണ്ടായിരിക്കണം. എങ്കിലേ ദൈവത്തോട് അവന് അടുക്കുവാൻ സാധിക്കുകയുള്ളൂ. If a man has to approach God and come near to him, he must have a remission of all his sins in his sin. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ദൈവം എത്രമാത്രം അടുക്കുവാൻ ആഗ്രഹിച്ചാലും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൂരമായിക്കൊണ്ടേയിരിക്കുന്നു. How much ever God wants to come closer to man to solve all his problem, man is going far away from God. ദൈവം തന്റെ അനുഗ്രഹങ്ങളെ നൽകുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ മനുഷ്യനോ ദൈവത്തിൽ നിന്ന് ദൂരമായിക്കൊണ്ടിരിക്കുന്നു. God wants to give his blessings upon man, but man is going far away from the presence of God. ഇവിടെ നമുക്കത് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ഒളിക്കുവാൻ തുടങ്ങി. Here we can see the man was trying to hide from the presence of God. അവന് ദൈവത്തിന് മുൻപിലേക്ക് കടന്നു വരുവാൻ കഴിയാത്തവനായി തീരുന്നു. He has become to a state that he is unable to come before God. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, Tonight, all those dear ones who are hearing our voice, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കർത്താവായി യേശു ഇന്ന് രാത്രി ഇവിടെയുണ്ട്. in order to solve all your problems, Lord Jesus is in this place. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും അവൻ ഉത്തരം നൽകുന്ന ദൈവമാണ്. And he is the Lord who answers all those who are calling upon him. നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ഭയങ്കരമായിരിക്കട്ടെ, How much ever hard and difficult may be our problem, ലോകത്തിൽ ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായി ഒരുപക്ഷെ ജീവിക്കുന്നവരായിരിക്കാം. perhaps you are living with a problem that no man can solve in this world. പല സ്ഥലങ്ങളിൽ പോയി പരാജയപ്പെട്ടവരായിരിക്കാം ഇന്ന് രാത്രി ഈ തിരുവെഴുത്ത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. As a man who are defeated going to different places, you might be hearing to this voice. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ല എന്നതായി ചിന്തയും ഒരുപക്ഷെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കാം. Perhaps you are troubled by the thought that there is no solution for your problems. കാരണം ലോകത്തിൽ ഏറ്റവും ഉന്നതനായി മനുഷ്യന്റെ അടുക്കിലേക്ക് ഒരുപക്ഷെ നീ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. Perhaps you might have gone to the greatest person in this world to solve അല്ലെങ്കിൽ your problem. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കാം നിന്നോട് പറഞ്ഞത് നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരമില്ല എന്ന്. Or perhaps some great person in this world might have told you that there is no solution for your problem. ഒരുപക്ഷെ ഈ തിരുവെടുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ തകർന്നും നുറുങ്ങിയതുമായ അവസ്ഥയിലായിരിക്കാം നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Perhaps as you are listening to the word of God, you are living a broken life. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. But tonight we are declaring our Lord Jesus unto you. അവൻ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരവുമായി ലോകത്തിലേക്ക് അവൻ കടന്നു വന്നു. He came into this world with all the solution for your problem. യേശു സകല പ്രശ്നങ്ങളെയും പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു. And we are
advising here that Jesus is able to provide answer for all your problems. ഇന്ന് രാത്രി നാം ഒരു സാക്ഷ്യം ശ്രവിച്ചത് അത് തന്നെയായിരുന്നു. And it is the same thing that we had a testimony. നാമധേയമായ അനുഭവത്തിൽ ജീവിച്ചതായ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകുകയുണ്ടായി. The person who lived a nominal life, God was able to provide solution for her ഇവിടെ problems. കടന്നു വന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതായ പലരും അതിന്റെ സാക്ഷികളാണ്. And all those many have come here with their all witnesses for this. ജീവിതത്തിൽ പരിഹരിക്കുവാൻ കഴിയാത്ത പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. They have gone through problems which they were not able to solve. പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ നിരാശപ്പെട്ടവരായിരുന്നു. And they were in a discouraged and disappointed state because of not solving problems. ഇനി എനിക്ക് വിടുതൽ ഇല്ല എന്ന് ചിന്തിച്ചതായി പലർ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. There are many people who are seated here who thought there is no ആർക്ക് എന്നെ deliverance. വിടുവിക്കുവാൻ കഴിയുമെന്നതായി ചിന്തയോട് ചോദ്യത്തോട് ലോകത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നുപോയവരാണ്. There are many people who went to different parts of the world to find solution for their എന്നാൽ problems. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയുണ്ടായി. But we are showing our Lord Jesus unto you. ഞങ്ങളെ തേടി ഒരു സുവിശേഷം വന്നു. The gospel came in search of us. യേശു സകല പ്രശ്നങ്ങൾക്ക് പരിഹാരി എന്ന് വിശ്വസിച്ചു. We believe that Jesus is the solution for all ആ our യേശുവിൽ problems. കൂടെ വിടുതൽ പ്രാപിച്ച് ദൈവമക്കൾ ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. യേശു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ ദൈവമാണ്. Jesus is the Lord who has given solution for all our problems. അപ്പോൾ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിപ്പാൻ അവന്റെ പരിശ്രമം കൊണ്ട് സാധ്യമാകുമോ? Is it possible for man to be delivered from sin by his own efforts? മനുഷ്യന്റെ പാപമാണ് അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എങ്കിൽ ആ പാപത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യന്റെ പരിശ്രമം കൊണ്ട് സാധ്യമാകുമോ? If sin is preventing man from receiving solution for his problems, is this possible for him to be delivered from sin by his own efforts? ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ ഒരു പരിശ്രമം ആദ്യത്തെ മനുഷ്യനായ ആദാം നടത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. When we read the book of Genesis, we can understand even Adam was trying to make his own effort for deliverance. അവന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് അവൻ ഒരു വസ്ത്രം ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. By his own effort, he made a cloth for himself. അവന്റെ നഗ്നത മറയ്ക്കുവാനായിട്ട് അവൻ വസ്ത്രം തുന്നിച്ചേർത്ത് ഉണ്ടാക്കി. He stitched the cloth to hide his nakedness. ഇന്ന് മനുഷ്യൻ തന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുവാൻ ഇതുപോലെയുള്ളതായ പലതും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. Today also man by his own effort trying to make some solution to stand before the presence of God. എന്നാൽ ദൈവം ഒരു കാരണവശാലും അത് അംഗീകരിക്കുന്നില്ല. അത് ഒരിക്കലും സാധ്യമല്ല എന്ന് ദൈവം അവന് ബോധ്യപ്പെടുത്തി കൊടുത്തു. But God does not accept that, and God made him to understand that it is not possible. സങ്കീർത്തനത്തിൽ നാം വായിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച് അതിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കുവാൻ അവന്റെ പരിശ്രമത്തെ സംബന്ധിച്ച് 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. When we read Psalms 40, we can understand how man is making all effort to be delivered from sin, and that is mentioned in the first 2 verses. അവൻ കുഴഞ്ഞതായി ഒരു ചേറ്റിൽ കിടക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. We can see that he is in a miry clay. എന്നാൽ അവിടെ നിന്ന് അവൻ രക്ഷപ്പെടുവാൻ ആഗ്രഹമുണ്ട്. He has a desire to come out of it. അവൻ ഒരു കാൽ എടുക്കുമ്പോൾ മറ്റൊരു കാൽ ആഴത്തിലേക്ക് താണുപോയിക്കൊണ്ടിരിക്കുന്നു. But when he is trying to lift one leg, the other leg is going deeper. മറ്റൊരു കാൽ ഉയർത്തുമ്പോൾ അടുത്തൊരു കാൽ അത് ആഴത്തിലേക്ക് ആ ചെളിയിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. When he is trying to lift the other leg is going deeper. മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പലതും ചെയ്തു നോക്കുന്നു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും താണുകൊണ്ടേയിരിക്കുന്നു. Man is trying to find diverse solutions to be delivered from sin, but he is going deeper and deeper. മനുഷ്യനെ സ്വന്തമായ പരിശ്രമം കൊണ്ട് അത് സാധ്യമല്ല എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. From Genesis we can understand clearly by the effort of man it is not possible. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അത് വ്യക്തമായി പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the New Testament, Acts of Apostles chapter 4, it is very clearly mentioned. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനായിട്ട് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന് തിരുവചനം വളരെ ആധാരപൂർവ്വം തെളിയിച്ചു തന്നിരിക്കുകയാണ്. The word of God has clearly proved that
there is no salvation for man under the heaven among men except the name of Jesus Christ. മനുഷ്യൻ രക്ഷിക്കപ്പെടണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ അവന് ഏകനാമം യേശുവിന്റെ നാമമാണ്. For man to be saved and for deliverance from sin, there is only one name, that is the name of Jesus. പാപത്തിന് പരിഹാരിയായ ക്രിസ്തുവിൽ കൂടെ മാത്രമേ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ രക്ഷയെ കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. Only through Jesus who can forgive our sins, he is able to receive his salvation. അപ്പോൾ യഥാർത്ഥമായ ഒരു ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ പാപമോചനം ആവശ്യമാണ്. Therefore, to receive a proper answer, we must have forgiveness of sin. എന്നാൽ മനുഷ്യന്റെ പരിശ്രമം കൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം ആ മനുഷ്യന് താൻ തന്നെ അത് വസ്ത്രമുണ്ടാക്കി കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. It is not possible by the effort of man. Therefore, God made a cloth for man. അവൻ തോട്ടത്തെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. God had commanded him to keep a watch around the ആ garden. തോട്ടത്തിൽ വേല ചെയ്യുവാൻ ദൈവം അവനോട് The കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. Lord had commanded him to labor and work എന്നാൽ in the garden. പാപം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ, But when the sin entered into him, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ തനിക്ക് വേണ്ടി ഒരു വസ്ത്രം ഉണ്ടാക്കിയപ്പോൾ അത് മതിയെന്ന് ദൈവം വെച്ചിട്ടില്ല. കാരണം ദൈവത്തിന് അറിയാം അത് പോരാ എന്ന് ദൈവത്തിന് അറിയാം. a man who did all these things, when he made a cloth out of these leaves, God might have thought it is necessary, but God said it is not acceptable. അതുകൊണ്ട് തന്നെയാണ് ദൈവം തന്നെ അവന് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. Therefore, we can see God himself made a cloth for him. എന്തുകൊണ്ടാണ് പാപത്തെ ഇത്രമാത്രം അത് ദൈവം ശ്രദ്ധിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ നിന്ന് ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. Why God is very careful about this sin? From the word of God, I want to share something. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പാപം ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എത്രമാത്രം ദൂരമാക്കി തീർക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുവെഴുത്തിൽ അനേക സത്യങ്ങളുണ്ട്. From the word of God, we can understand so many truths that why the sin is making man to go far away from God. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ, When we come to Isaiah chapter 59 and the first 2 verses, മനുഷ്യന്റെ ദൈവത്തിന്റെ മുഖത്തെ ദൈവം മനുഷ്യന് മുൻപായി മറയ്ക്കുകയാണ്. God is hiding his face before man. അവന്റെ പാവം മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. There we can see the sin of man is separating himself from God. പാവം ഒരു മനുഷ്യന്റെ ഉള്ളിടത്തോളം അവൻ ദൈവത്തോട് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവൻ ദൂരമായി പോകും. As long as the sin is abiding in a man's life, his blessings is far away from man. അതുമായിട്ട് ബന്ധപ്പെട്ടതായി ചില തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. I want to turn your attention to certain words based on this. എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് ദൈവം പറഞ്ഞുവെങ്കിലും, If the Lord has said that I call upon me, I will answer you. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായത്തിന്റെ 31 വാക്യം വായിക്കുമ്പോൾ, When we read John chapter 9 verse 31, ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 9:31 വാക്യം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. God heareth not the prayers of the sinners. അവന് ഒരിക്കലും ദൈവം ഉത്തരം നൽകുന്നില്ല. And God will never give him an answer. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പാപത്തെ സംബന്ധിച്ചുള്ളതായ ചില വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രി തിരുവെഴുത്തിന്റെ ആധാരമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. Based on the scriptures, I want to remind you about some sins. റോമാലേഖനം 7 അധ്യായത്തിന്റെ 24 വാക്യം വായിക്കുമ്പോൾ, When we read Romans chapter 7 verse 24, പാപം ഒരു മനുഷ്യനെ ഒരു അരിഷ്ടതയായ അവസ്ഥയിലേക്ക് തള്ളിക്കളയുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. there we can see a life of man is become a wretched because of sin. ഇത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല പറഞ്ഞിരിക്കുന്നത്. The person who has said this is not an ordinary man. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഈ പാപത്തിന്റെ ശക്തി മനുഷ്യനെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുകയാണ്. Apostle Paul in his epistle very clearly mentioned how sin is subduing a man. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് താൻ നിലവിളിക്കുന്നു. Here he is crying, oh, I am a wretched man. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിക്കുവാൻ കഴിയും? Who shall deliver me from the body of this death? എന്താണ് അങ്ങനെ നിലവിളിക്കുവാനുള്ളതായ കാരണം? What is the reason for this cry? തനിക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. He has a desire to do good. തന്റെ ഉള്ളിലെ
ആഗ്രഹം നന്മ ചെയ്യണമെന്നുള്ളതാണ്. Always he want to do good in his എന്നാൽ heart, തനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. but he is unable to do it. ഇന്നത്തെ മനുഷ്യന്റെ ഏക പ്രശ്നം അത് തന്നെയാണ്. This is the same problem man is facing today. മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവനാണ് എല്ലാ മനുഷ്യരും. All men have a desire to do good to others. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ഒരു കുറ്റവാളിയോട് ചോദിച്ചാൽ നമുക്കത് അതിന് മറുപടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. But we can get the answer from a criminal. അവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം അവൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. He never had such a desire. എന്നാൽ യാദൃച്ഛമായിട്ട് അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുവാനിടയായി തീരുകയാണ്. But accidentally such an incident has happened in his life. മനുഷ്യന്റെ ഉള്ളിൽ നന്മ ചെയ്യണമെന്ന ആഗ്രഹം അവനിലുണ്ട്. Man has a desire to do good. എന്നാൽ തന്റെ ആഗ്രഹത്തിന് വിരോധമായി തിന്മ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. But he is doing the evil which he does not want to do. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ കാരണം എന്താണെന്ന് അവൻ അന്വേഷിച്ച് അത് കണ്ടെത്തുവാൻ കഴിയാത്തവനായി പോകുമ്പോൾ, But when man is not able to find out what is the reason for this, ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ് അതിന്റെ കാരണം എന്താണെന്ന്. the word of God clearly mentions the reason. നന്മ ചെയ്യുവാൻ കഴിയാത്തത്, നന്മ പറയുവാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. The word of God clearly says what is the reason that you are unable to do good or speak good. അതിന്റെ കാരണം പാപം എന്നാണ് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. The Holy Bible says because of sin you are unable to do it. നന്മ ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യനെ പല രീതിയിലും അഭ്യസിപ്പിക്കുവാൻ ലോകം ഇന്ന് പരിശ്രമിക്കുമ്പോൾ, When the world is trying to change a person, correct a person who is unable to do good, അതിനുവേണ്ടി അവൻ പലതും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, when he is trying to help him in many ways, അതേ മാതാപിതാക്കൾ അതിനുവേണ്ടി മക്കളുടെ ജീവിതത്തിൽ നന്മ അവർ ചെയ്യുന്നില്ല, നന്മ പ്രവർത്തിക്കുന്നില്ല, അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, and when the parents are trying to bring that good habits in the life of the children, അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുവാൻ കഴിയാത്തവരായി നിരാശപ്പെടുമ്പോൾ, and when they become discouraged because they are unable to find the reason, വേദപുസ്തകം വിളിച്ചു പറയുകയാണ് അതിന്റെ കാരണം എന്താണ്. the word of God clearly says what is the reason. നന്മ ചെയ്യുവാൻ കഴിയാതെ മനുഷ്യനെ ഒരു അരിഷ്ടത അവസ്ഥയിലേക്ക് തള്ളിക്കളയുന്നത് പാപമാണ്. It is the sin which is preventing man to do good and he is pushing to a wretched state. പാപം മനുഷ്യനെ നന്മ ചെയ്യുവാൻ കഴിയാത്തവനായി തടയുന്നു. The sin is preventing man from doing good. പ്രിയ സ്നേഹിതാ, നീ ലോകത്തിൽ എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും, Beloved friend, you may be a highly educated person in this world. ലോകപ്രകാരമായി അറിയപ്പെടുന്നതായി ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും, You might have born in a rich family renowned in this world. ലോകത്തിൽ അറിയപ്പെടുന്നതായ ഒരു വ്യക്തിയായി ജീവിച്ചാലും, You may be a very famous person in the world. നിന്റെ ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ കഴിയാതെ നിന്നെ അരിഷ്ടതയിലേക്ക് തള്ളിക്കളയുന്ന എന്താണെന്ന് അറിയാതെ ഈ നാളുകളിൽ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, If you are living that you not knowing the reason why you are not able to do good, and ഇന്ന് you are രാത്രി living in a തിരുവെളുത്തിൽ കൂടെ ഞങ്ങൾ നിങ്ങളെ വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു പാപപരിഹാരത്തിനായി ലോകത്തിൽ വന്നു. Tonight we are telling unto you that Jesus Christ came to this earth for the remission of നന്മ sin. ചെയ്യുവാൻ കഴിയാത്തതായ മനുഷ്യനെ അവൻ നന്മ ചെയ്യുന്നവനായി ലോകത്തിൽ ചുറ്റി നടന്നുകൊണ്ട് അവന്റെ പാപത്തിന് വേണ്ടി തന്നെത്താൻ അവൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമർപ്പിക്കപ്പെട്ടു. In order to save man who is unable to do good, he was walking about doing good and he offered himself as a പാപം sacrifice. ഒരു മനുഷ്യനെ അരിഷ്ടതയിലേക്ക് തള്ളിക്കളയും. The man, sin is pushing man to a state of wretchedness. രണ്ടാമത് 38 സങ്കീർത്തനം 4 വാക്യം വായിക്കുമ്പോൾ, Secondly, when we read the 38th Psalm and the 4th verse, ഈ സങ്കീർത്തനത്തിൽ പാപത്തെ സംബന്ധിച്ച് പറയുകയാണ്, അത് ഒരു മനുഷ്യനെ കൊണ്ട് വഹിക്കുവാൻ ചുമക്കുവാൻ കഴിയാത്തതായ ഭാരമാണെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. the word of God clearly teaches that the sin is like a heavy burden which a man is unable to carry. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ വഹിക്കുവാൻ കഴിയാത്തതായ ഒരു ഭാരത്തെ കൊണ്ടുവരികയാണ്. The sin is bringing a heavy burden which a man is unable to bear. അതുകൊണ്ടാണ് യേശു ലോകത്തിൽ വന്നപ്പോൾ മനുഷ്യനെ വിളിക്കുകയുണ്ടായി. That is why when Lord Jesus came to this earth, he called unto man, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. all those who labor and are heavy laden, come unto me, I will give you rest. ഇന്ന് നിന്റെ ജീവിതത്തിൽ ആശ്വാസമില്ലാത്തതിന്റെ കാരണമെന്ത്? What is the reason today you don't have rest in your life? ലോകത്തിൽ എല്ലാം ഉണ്ടല്ലോ. You have everything in this world. ലോകത്തിൽ എല്ലാ അനുഗ്രഹവും നന്മയും പ്രാപിച്ചിട്ടുണ്ട്. You have received all the blessings and goodness in this എന്നാൽ world. ജീവിതത്തിൽ കുടുംബത്തിൽ ആശ്വാസമില്ല. But in your life, in your family, you don't have rest. എന്നാൽ തിരുവെഴുത്ത് പറയുകയാണ്, പാപം നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. But the word of God clearly
clearly says it is the sin which is making a അത് heavy നിനക്ക് burden. വഹിക്കുവാൻ കഴിയാത്ത ഒരു ഭാരമാണ്. It is a heavy burden that you cannot bear it. ലോകത്തിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഒരു സ്ഥലത്തും സാധ്യമല്ല. It is not possible to find a solution in anywhere in എന്നാൽ this world. യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുന്നു. But tonight Jesus is calling you. എന്റെ അടുക്കൽ വരുവീൻ, Come unto me. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. I will give you rest. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. There is a God who has come here who is able to give you rest in your നിന്റെ life. ഭാരങ്ങളെ നീക്കുന്നവനാണ് അവൻ. He is able to remove all your burdens. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. That is our Lord Jesus Christ. ഭാരങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നവർ യേശുവുണ്ട്. There is a Jesus who is able to നീ remove all your എവിടെ burdens. ഓടിയാലും അതിൽ നിന്ന് വിടുതൽ കിട്ടുകയില്ല. Wherever you run, you will not be able to find a solution. ലോകത്തിൽ ആർക്കും പറയുവാൻ കഴിയാത്ത ഒരു സുവിശേഷമുണ്ട്. There is a good news which we want to share that അതാണ് nobody can say this യേശു word. ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. That we are declaring tonight through Jesus ഈ Christ. വചനം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ട് 11-ാം അധ്യായത്തിൽ മത്തായി സുവിശേഷം എടുത്ത് വായിക്കുമ്പോൾ When we read Matthew chapter 11, യേശു ധൈര്യമായി മനുഷ്യനെ വിളിക്കുകയാണ്. Jesus is boldly calling man. ആർക്ക് മനുഷ്യനെ വിളിക്കുവാൻ കഴിയും? Who else can call man? ഭാരം ചുമക്കുന്നവരെ വിളിക്കുവാൻ ആർക്ക് സാധ്യമാകും? Who can call man who is heavy laden? എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് യേശു ഞങ്ങളെ വിളിച്ചു. But some few years ago, Jesus called us. ഈ പന്തലിൽ ഇരിക്കുന്ന പലരെയും അവൻ വിളിക്കുകയുണ്ടായി. Many who are seated in this ഭാരപ്പെട്ട് കൂടിപ്പോയതായ മനുഷ്യർ, man who are heavy laden and was ചുമക്കുവാൻ bent down. വയ്യാത്ത ഭാരം കൊണ്ട് നിരാശപ്പെട്ട കുടുംബങ്ങൾ, There were families which were discouraged because of the heavy burden. തകർന്നു പോയതായ ജീവിതങ്ങൾ, There are lives which were broken. ഉത്തരം കിട്ടാതെ ലോകത്തിൽ നിരാശപ്പെട്ടിരുന്ന പലരും ഇന്ന് രാത്രി യേശു മുഖാന്തരം വിടുതൽ പ്രാപിച്ചവരാണ്. അവർ കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. യേശു നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ദൈവമാണ്. Jesus is the Lord who carries our burden. ഈ പാപത്തിന്റെ ഭാരവുമായിട്ട് മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ അവന് സ്വസ്ഥതയില്ല, അവന് യാതൊരു വിശ്രാമമില്ല. If a man is going with the burden of sin, he cannot receive any comfort or rest. 11-ാം അധ്യായം എടുത്ത് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കാം. Matthew chapter 11 verse 28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ എല്ലാവരും എന്നതായ വാക്ക് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. Here when we read, we can see the word all. യേശു ഒരു മനുഷ്യനെയും വേർതിരിച്ചിട്ടല്ല വിളിക്കുന്നത്. Lord Jesus is not differentiating person. സുവിശേഷം സകല മാനവരാശിയോടുള്ളതാണ്. Because gospel belongs to all നിങ്ങൾ mankind. ഏത് വിഭാഗത്തിലുള്ളവരുമായിരിക്കാം. You may belong to whichever division. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ ചിന്തിക്കാം, എന്റെ ഭാരം യേശുവിന് വഹിക്കുവാൻ കഴിയുമോ? Perhaps you may think as you are listening to this verse, can Jesus carry എന്റെ my burden? കുടുംബത്തിന് യേശുവിൽ കൂടെ സ്വസ്ഥത കിട്ടുമോ? Can my family receive rest through Jesus? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, But tonight we are declaring that യേശുവിനെ കുറിച്ച് സുവിശേഷം പറയുന്നത് അവൻ ലോകരക്ഷിതാവാണ്. about Jesus it is mentioned he is the savior of the whole world. സകല മനുഷ്യരെയും രക്ഷിക്കുന്നവർ യേശുവാണവൻ. He is Jesus who is able to save all അതുകൊണ്ട് men. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരത്തിൽ നിന്ന് യേശു നിന്നെ വിടുവിച്ച് സ്വസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നു. That Jesus desires to give you rest by removing the burden which is troubling you. അടുത്തതായിട്ട് 51-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, Next when we come to Psalms 51 verse 3. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് എന്ന് അറിയപ്പെടുന്നതായ ആ രാജാവ് ഒരു സങ്കീർത്തനം രചിച്ചപ്പോൾ താൻ പറയുന്നു 3-ാം വാക്യത്തിൽ, In the third verse King David says, 51-ന്റെ 3-ാം വാക്യം വായിക്കാം. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. രാജാവായതുകൊണ്ട് പാപം മാറി നിൽക്കുകയില്ല. thus because he is a king the sin will not depart. താൻ ഇസ്രായേലിന്റെ രാജാവായതുകൊണ്ട് പാപം താൻ വരുമ്പോൾ മാറി നിൽക്കുന്നില്ല. Just because he is the king of Israel, the sin does not move away from ഒരു him. മനുഷ്യന്റെ പാപം എപ്പോഴും അവന്റെ മുൻപിൽ നിൽക്കുന്നു. A man's sin is ever before him. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ആ പാപം അവനെ എപ്പോഴും ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. It means that the sin is always reminding that man. അവന്റെ മുൻപിൽ നിൽക്കുന്നത് കൊണ്ട് അവന് മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. Because
because the sin is ever before him, he is unable to go forward. അവന്റെ പാപം അവന്റെ മുൻപിൽ നിന്ന് അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And the sin is standing before him and is causing pain to ദൈവത്തിന് him. മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ രാജാവിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. Even in the life of this great king, there was such an experience. രാജാവേ, പരിഹാരം എവിടെ നിന്ന് കിട്ടും? King, where can we find solution? തനിക്ക് രാജാവായതുകൊണ്ട്, താൻ ഒരു രാജാവായതുകൊണ്ട് അതിന്റെ പരിഹാരം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാമോ? Just because he is a king, is it possible for him to find a solution? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ താൻ ദൈവത്തെ നോക്കി നിലവിളിക്കുന്നു. In the 51st Psalm, we can see he is crying unto the Lord. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. Call upon me, I will answer thee. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പരിഹാരത്തിന് വേണ്ടി യേശുവിനെ വിളിച്ചാട്ടെ. Oh man who is sinning, who is living in sin, call upon the Lord. He will give you solution. യേശുവിലൂടെ മാത്രമാണ് പാപപരിഹാരം ഒരു മനുഷ്യന് ലഭിക്കുവാൻ കഴിയുന്നത്. The man can receive remission of sin only through Jesus ഞാൻ Christ. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് പോകുകയാണ്. I don't want to explain further. I'm going to the next part. ജ്ഞാനിയായ സലോമോൻ തന്റെ സദൃശവാക്യം 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ താൻ ഒരു വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. In Proverbs chapter 28 verse 13, Solomon says like this. 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ When we read the 28th chapter 13th verse, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. here we read that he that covereth his sin shall not prosper. മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ശുഭമായി ജീവിക്കുവാൻ കഴിയാത്തതിന്റെ ഏക കാരണം പാപമെന്ന് തിരുവെടുത്ത് പറയുകയാണ്. Man is unable to lead a prosperous life. Word of God says it is because of sin. അതിനെ സംബന്ധിച്ച് തിരുവെടുത്തിൽ കൂടെ ധാരാളം വിഷയങ്ങൾ പറയാം. എന്നാൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് ഉദ്ധാരണം ലഭിക്കണം എന്നുള്ള വിഷയത്തിലേക്ക് അത് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികമായി വിശദീകരിക്കുന്നില്ല. We can explain so many things concerning this, but because man should be delivered from his sin, therefore I am cutting short. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ പാപം ഒരു മനുഷ്യനെ നിർഭാഗ്യനാക്കി തീർക്കുന്നു, അവന്റെ സകല അനുഗ്രഹത്തെയും ഇല്ലാതെയാക്കി തീർക്കുകയാണ്. Again, when we see that 32nd Psalm, that the sin is preventing man to receive all his blessings from God. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ പാപം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണത്തെ കൊണ്ടുവരുന്നു എന്ന് 6:23 വായിക്കുന്നു. When we read Romans chapter 6 verse 23, we can understand that sin is bringing death in the life of a man. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെയാണെങ്കിൽ പാപത്തിൽ നിന്ന് മനുഷ്യന് എങ്ങനെ ഉദ്ധാരണം ലഭിക്കും? If so, how can man be delivered from sin? നാം നേരത്തെ വായിച്ചു കേട്ടതായി തിരുവെഴുത്തിൽ ഒരു യാഗമൃഗത്തെ തിരഞ്ഞെടുക്കണമെന്ന് ഏലിയാവ് ഓർമ്മിപ്പിക്കുകയുണ്ടായി. As we read earlier, as prophet Elijah said, yep, an animal should be chosen for sacrifice. പഴയ നിയമ ഇസ്രായേൽ പല പ്രതികൂലങ്ങളിൽ കൂടെ കഷ്ടതയിൽ കൂടെ അവർ മിസ്രൈമിൽ ആയിരുന്നു. The Old Testament Israelites were in much difficulty in the land of Egypt. അവിടെ നിന്ന് അവർ കണ്ണുനീരോട് ദൈവത്തെ നോക്കി നിലവിളിക്കുകയുണ്ടായി. അവരുടെ കണ്ണുനീരും നെടുവീർപ്പിന്റെ ശബ്ദവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേർന്നു. From there they cried with tears unto the Lord, and it reached the presence of God. മിസ്രൈമിൽ അനേക അത്ഭുതങ്ങളെ ദൈവം ചെയ്തുകൊണ്ടിരുന്നു. And God did many miracles in the land of Egypt. അനേക അത്ഭുത പ്രവർത്തികൾ അവിടെ നടന്നു എങ്കിലും അവർക്ക് ഉദ്ധാരണം കിട്ടിയിട്ടില്ല. Though there were many miracles that happened in that land, they were not delivered from the place. എന്നാൽ 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. But when we read Exodus chapter 12 verse 3, they must choose a lamb. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളൊക്കെ അവിടെ നടന്നു എങ്കിലും ഇതൊന്നും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പര്യാപ്തമായി തീർന്നിട്ടില്ല. Though there were many miracles and wonders that was happening in that land, this was not sufficient for them to be delivered in that land. ഇന്ന് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന പലരുമുണ്ട്. Today man is depending on wonders and miracles for solution of his problems. യേശു ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ യേശു അവനോട് പറഞ്ഞു, നിന്റെ പാപം നിനക്ക് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ യേശുവിനെ കുറ്റമിതിക്കുകയുണ്ടായി. When Jesus healed a person and said your sins are forgiven, all others started finding fault with him. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് കാരണമായ പാപത്തെ ദൈവം മോചിപ്പിച്ചു കൊടുത്തു.
Lord was able to deliver him out of the sin. ഇവിടെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നു എങ്കിലും അവർക്ക് ഒരു വിമോചനമില്ല. Here there were many miracles and wonders, but they were not delivered. എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടിയത് അഥവാ വിടുതൽ ഉണ്ടാകുന്നത്? How can they receive a true deliverance in life? അവർക്കായിട്ട് ഒരു പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമായിരുന്നു. They have to choose a paschal lamb for them. അത് കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ When we read 1 Corinthians 5th chapter and 7th പെസഹ verse, കുഞ്ഞാട് നമ്മുടെ കർത്താവായ യേശു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. it is mentioned it is our Lord Jesus Christ. നമുക്ക് യഥാർത്ഥമായി ഉത്തരം ലഭിക്കണമെങ്കിൽ, If we have to receive the right എന്റെ answer, ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ if there must be solution for your problem, യഥാർത്ഥമായ ഒരു യാഗത്തെ തിരഞ്ഞെടുക്കണം. യഥാർത്ഥമായ യാഗത്തിലേക്ക് നീ മടങ്ങി വരണം. you have to come and offer a proper sacrifice. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ തെറ്റായ ഒരു യാഗം അവർ അർപ്പിക്കുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവർ നിലവിളിച്ചു. അവർക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. But when we read 1 Kings chapter 18, we can understand that they chose the wrong animal for sacrifice, and from morning till evening they were crying unto God. അവർ but there was രാവിലെ no തൊട്ട് വൈകുന്നേരം വരെയും നിലവിളിച്ചിട്ടും അവർക്ക് ഉത്തരം കിട്ടിയില്ല. Though they were crying from morning till evening, there was no answer for their cry. എന്നാൽ ഏലിയാവ് ഒരു യാഗമൃഗത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. But Prophet Elijah chose a lamb for sacrifice. ഇസ്രായേൽ ജനം തങ്ങൾക്കായിട്ട് ഒരു പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. Like that also the Israelites chose a lamb for their sacrifice. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയുണ്ടായി, ഇവനാണ് ലോകത്തിന്റെ പാപം ചുമന്നു തീർക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറയുകയുണ്ടായി. That is why Baptist John also, looking unto Jesus, said, He is the lamb which will carry the sin of the world. ഇന്ന് രാത്രി കാലമാ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെല്ലാം തിരഞ്ഞെടുക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ പാപത്തിന്റെ പരിഹാരം അവർ പ്രാപിപ്പാൻ സാധിക്കും. Tonight, whoever is able to choose that Jesus, he will be able to be delivered from their sins. 2000 വർഷങ്ങൾക്ക് മുൻപായി നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. 2000 years ago, he offered himself on the cross of Calvary for our sake. ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസ് മരണത്തെ സംബന്ധിച്ചും അവന്റെ കഷ്ടതയെ സംബന്ധിച്ചും പഴയ നിയമ പ്രവാചകന്മാർ ധാരാളം വാക്യങ്ങളിൽ പ്രവചിച്ചിട്ടുണ്ട്. About the death of Jesus Christ on the cross and all the sufferings he went through is very clearly prophesied in the Old Testament prophet. യേശു ക്രിസ്തു മുഖാന്തരമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരമെന്ന് തിരുവെടുത്ത് വ്യക്തമാക്കി തരികയാണ്. The word of God clearly says that there is solution for sins only through Jesus Christ. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ അത് വെളിപ്പെടുത്തി തരികയാണ്. John the apostle is making it clear in his epistle. നമ്മുടെ പാവങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം ഏറ്റുപറയുന്നുവെങ്കിൽ, When we confess our sins unto our Lord അവൻ Jesus, നമ്മുടെ പാവങ്ങളെ നമ്മിൽ നിന്ന് നീക്കി നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. it is mentioned that he is able to wash us and cleanse us from all our sins. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായിട്ട് പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I want to remind about certain verses from Old Testament and New Testament about the prophecy concerning how Jesus offered himself a പഴയ sacrifice. നിയമത്തിൽ യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 22-ാം സങ്കീർത്തനം അതിന്റെ 11 തുടങ്ങിയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും യേശുവിന്റെ കഷ്ടതയെ സംബന്ധിച്ച് പ്രവാചകന്മാരും സങ്കീർത്തനക്കാരനും വ്യക്തമാക്കിയിട്ടുണ്ട്. When we read Isaiah chapter 63 from verse 3 and also from Psalms 22 onwards, we can see in the Psalms and by the prophetical books, it is very clearly prophesied about the sufferings of Jesus Christ. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസ് മരണം 63-3 വായിക്കുമ്പോൾ അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. In 63rd Isaiah 63:3 we see he offered himself, he trod the winepress all alone. കാരണം യേശുവിനോട് മറ്റാരും ഉണ്ടായിരുന്നില്ല. Because there was nobody with Jesus at the time. പാപം പരിഹരിക്കപ്പെടുവാൻ അവൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടുകയുണ്ടായി. Because to find a solution for all the sins, he was അവൻ treading the winepress ഗെത്സമനെ alone. തുടങ്ങി ഗോൽഗോഥ വരെയും അവൻ ഏകനായി കഷ്ടത യാതന അനുഭവിച്ചുകൊണ്ടിരുന്നു. From the Garden of Gethsemane unto Golgotha, all alone he suffered. അവൻ പിതാവായ ദൈവത്തെ നോക്കി നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, And he cried unto the Father and said like this, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണോ. If it is possible, Lord, remove this cup from me.
എന്നിട്ട് ഉടനെ പറയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറയുകയുണ്ടായി. But immediately he said, not my will but thy will alone. ഇത് പറഞ്ഞപ്പോൾ രക്തം വിയർപ്പുതുള്ളിയായി നിലത്ത് വീണുകൊണ്ടേയിരുന്നു. As he was saying this, the blood was like sweat falling to the ground. പാപം എത്ര ക്രൂരമാണെന്ന് തിരുവെഴുത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. From the word of God we can understand sin is very cruel. പാപത്തിന് വേണ്ടി ഇതാ ഒരുവൻ നമുക്ക് വേണ്ടി യാതന അനുഭവിച്ചു കൊണ്ടിരുന്നു. There was one person who suffered much for our sins. ഒരു ചക്കിലിട്ട് അതേ ആട്ടുന്നത് പോലെ ക്രിസ്തുവിനെ അതേ ക്രൂരമായ രീതിയിൽ പീഡനം അവൻ ഏറ്റുവാങ്ങുകയുണ്ടായി. As the wines are pressed in the wine press, Jesus suffered much for us. സക്കറിയ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ 13-7 വാക്യത്തിലും ക്രിസ്തുവിന്റെ കാൽവരി മരണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്. When we come to the prophetical book of Zechariah chapter 13 verse 7, there also it is prophesied about the അവൻ death of the cross. ഇടയനാണ്, അവനെ ഛേദിച്ചു കളയുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. When the shepherd is slain, all the sheep will go astray. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ യാതന അനുഭവിക്കുകയുണ്ടായി. Jesus Christ suffered on the cross of Calvary for us. അവന്റെ ശരീരമാശകളും തകർക്കപ്പെടുകയുണ്ടായി. And his whole body was broken and bruised. 4 കോടതിയിൽ 5 പ്രാവശ്യം അവനെ വിസ്തരിക്കുകയുണ്ടായി. He was inquired in 4 courts. അവനെ വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ അവനെ മുൾക്കിരീടം ചൂട്ടി അവനെ എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ചാട്ടവാറുകൊണ്ട് അവർ അടിക്കുവാനിടയായി തീർന്നു. Thereafter they placed the crown of thorns upon his head and he was scourged continuously. അവനെ കൽത്തളത്തിൽ കൊണ്ടുപോയി മാറി മാറി ചാട്ടവാറുകൊണ്ട് അവന്റെ പുറത്ത് ആഞ്ഞടിക്കുന്നതായി നമുക്ക് കാണാം. And they brought him to a place and started continuously whipping him on both sides. ഏകദേശം 153ഓളമുള്ള മുള്ളുകൾ കൊണ്ടുള്ള കിരീടം മെനഞ്ഞുണ്ടാക്കി യേശുവിന്റെ തലയിൽ വെച്ച് അവർ അടിച്ചമർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It is mentioned that they made a crown of thorns which had 153 pricks upon it and they beat it on it. അവന്റെ ശരീരം മൊത്തമായിട്ട് ഇപ്പോൾ രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു. Now throughout his entire body was oozing with blood. അവന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ തുള്ളികൾ വീണുകൊണ്ടേയിരിക്കുന്നു. And the drops of blood were falling continuously from his രക്തമണയിൽ body. വീണതായി രക്തം മാത്രമല്ല കൽത്തലത്തിൽ അവന്റെ രക്തം വീഴുകയുണ്ടായി. Not only in the Garden of Gethsemane, even that floor, the blood of Jesus fell down. മാത്രമാണോ അവൻ ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ യേശുവിനെ ആണികൾ കൊണ്ട് അവന്റെ കയ്യും കാലും അത് ആണി കൊണ്ട് അടിക്കുവാനിടയായി തീർന്നു. Not only that, he carried the heavy cross and went to Golgotha, and there his hands and legs were nailed. ഇന്ന് രാത്രി കാലം നമുക്ക് നമ്മുടെ കണ്ണുകളെ ആ കാൽവരി ക്രൂസിലേക്ക് ഉയർത്താം. Tonight let us look unto the cross of Calvary. നാളുകളായി ഈ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. You might be a person going through much problems for many days. യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂസ് മരണമാണ് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും ഉദ്ധാരണം അല്ലെങ്കിൽ ഉത്തരവുമായി യേശു കാൽവരിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. As an answer for all the problems of man, as a deliverance from all the problems, it is the sacrifice of Jesus on the cross of കാൽവരിയിൽ Calvary. കിടക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി നീ നോക്കിയാൽ You tonight look unto the Lord Jesus who is hanging on അവന്റെ the cross. കൈകളിൽ ഒന്ന് നോക്കിയാൽ Look unto his hands. അവന്റെ തലയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ Look, observe his head. അവന്റെ പുറമൊന്ന് നോക്കിയാൽ Look at his body. അവന്റെ കാലുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ Look at his legs. എല്ലാം ഇതാ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരം. It is totally covered with blood. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് കാൽവരിയിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. For a minute, let us close our eyes and look unto the cross of ഈ Calvary. യാഗത്തിൽ കൂടെ മാത്രമേ നിനക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. Only through this sacrifice you can receive answer. അതിനുവേണ്ടി മാത്രമാണ് യേശു ഈ ക്രൂരമായ മരണത്തെ ഏറ്റുവാങ്ങിയത്. That is why Lord Jesus suffered this cruel നിന്റെ cross. പാപം കടും ചുമപ്പായിരുന്നാൽ Even if his sin is like a അത് scarlet, ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. he can make it white as snow for you. ഇന്ന് രാത്രി നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്ന കർത്താവായി യേശു ഇവിടെ വന്നിട്ടുണ്ട്. The Lord Jesus as a prayer answering God is in our midst. അവൻ ക്രൂസിൽ കിടന്നുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. Hanging on the cross, he said like പിതാവേ this. സകലവും നിവർത്തിയായി. He said, Father, everything finished. ഉത്തരം കിട്ടാത്ത മനുഷ്യ, Man who has not received ഉത്തരം answer, കിട്ടാത്തതായി വ്യക്തിയെ ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്കൂ. the person who has not received answer, now look unto the cross of Calvary. പാപത്തെ പരിഹരിക്കുവാൻ യേശു കാൽവരിയിൽ യാഗമായി
ബലിയായി. Jesus became a sacrifice to നിന്റെ deliver from ശരീരത്തെ sin. നീ നോക്കുമ്പോൾ നീ രോഗിയാണോ? When you look at your own body, you are sick. അവന്റെ പുറം ഉളവുചാല പോലെ കീറപ്പെട്ടിരിക്കുകയാണ്. And his back was plowed like a furrow. പ്രവാചകൻ പറയുന്നു അടിപ്പിണറുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു And എന്ന്. the prophet says we are healed by his stripes. ഇന്ന് രാത്രി കാൽവരി ക്രൂസിൽ നോക്കുന്ന വ്യക്തിക്ക് Tonight, whosoever will look unto the cross of Calvary, തിരുവെടുത്ത് പറയുന്നു നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്. those who are perishing, it is foolishness. എന്നാൽ വിശ്വസിക്കുമ്പോൾ But when you believe, അത് ദൈവശക്തിയാണ്. it is the power of ഈ God. പന്തലിന്റെ കീഴിൽ വിശ്വസിക്കുന്നതിന് മേൽ ആ ദൈവശക്തി കാൽവരിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. In this pandal, whosoever will believe, the power is proceeding from the cross of Calvary. ദൈവവചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെല്ലാം വിശ്വസിക്കുന്നുവോ Whosoever is listening to the word and അവരുടെ believing, മേൽ ദൈവശക്തിയാണ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. the power of God is coming upon them. പാപത്തിന്റെ അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയുന്നു. And the powers of darkness are dispelled. രോഗക്കെട്ട് ഇന്ന് രാത്രി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. All the bindings of sickness are broken. പാപത്തെ പരിഹരിക്കുന്ന യേശു കാൽവരി ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ വാക്ക് ഇതാണ്. This is what the words of Jesus Christ was saying. പിതാവേ സകലവും നിവർത്തിയായി. Father, everything is finished. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് വേണ്ടി അവൻ നിവർത്തിയാക്കിയവനായി ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. He is solving all your problems. He is in our midst. ആ കാൽവരി ക്രൂസിലേക്ക് നിന്റെ കണ്ണുകളെ ഉയർത്തിയാൽ Lift up your eyes unto the cross of Calvary. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യേശു നമ്മുടെ പ്രശ്നങ്ങളെ കാൽവരി ക്രൂസിൽ വഹിച്ചു കഴിഞ്ഞു. അവൻ അവിടെ നിന്ന് ഉത്തരം നൽകുവാനിടയായി തീരുന്നു. Jesus has carried all our problems on the cross of Calvary and he is giving us answer. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്. That is why Elijah said, താൻ യാഗമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയുകയുണ്ടായി. after offering the sacrifice and praying to God, യാഗമർപ്പിക്കുന്ന മുമ്പേ പറഞ്ഞു തീ കൊണ്ട് ഒരു ഉത്തരം ദൈവം നൽകണമെന്ന്. even before offering the sacrifice, he said, God, answer by fire. നിന്റെ കുടുംബം തകർന്നിരിക്കുകയാണോ? Your family is in a broken state. നിന്റെ കുടുംബം രണ്ട് തട്ടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. Your family is living in two levels. നിന്റെ ജീവിതത്തിൽ ദൈവവചനത്തെ ഭക്ഷിക്കുവാൻ കഴിയാതെ കടുത്ത ക്ഷാമം നിന്റെ ജീവിതത്തിലുണ്ടോ? You are unable to consume the word of God. There is a great famine in your നിന്റെ life. ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴയോ നന്മയോ കിട്ടുന്നില്ലയോ? In your life, are you not receiving blessings or goodness? എല്ലാ രീതിയിലും ഈ തകർന്ന ഒരു വ്യക്തിയാണോ? You are in a broken state today. യഥാർത്ഥമായി നിനക്ക് ദൈവത്തെ ആരാധിപ്പാൻ പോലും കഴിയുന്നില്ലയോ? Are you not able to worship God properly? ഏലിയാവ് പറഞ്ഞു യഥാർത്ഥമായ ഒരു യാഗത്തെ താൻ തിരഞ്ഞെടുക്കുകയുണ്ടായി. Elijah chose a proper sacrifice. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ പോരാ. Not choosing anything. യേശുവിനെ ഇന്ന് രാത്രി തിരഞ്ഞെടുത്താട്ടെ. You have to choose Jesus Christ today. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? When Prophet Elijah prayed, what happened? എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ നിനക്ക് ഉത്തരമരുളാം. Call upon me, I will answer thee. യേശു എന്ന യാഗത്തിൽ കൂടെ Through the sacrifice of Jesus, യാഗപീഠത്തിൽ തീ വന്ന് ഇറങ്ങിയതുപോലെ as the fire came down on the altar, ഇന്ന് രാത്രികാൽ tonight, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന യേശു ഇവിടെ ഉണ്ട്. the Lord Jesus who will solve all your problems is here. യഥാർത്ഥ യാഗത്തെ നീ തിരഞ്ഞെടുത്താൽ, If you choose the correct sacrifice, യഥാർത്ഥമായി പാപമോചനം പ്രാപിച്ചാൽ, if you receive the remission of your sins, യഥാർത്ഥമായി പാവങ്ങളെ ഏറ്റുപറഞ്ഞാൽ, if you confess your sins, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു അഗ്നി ഇന്ന് രാത്രി ഇവിടെ കത്തുവാൻ പോകുന്നു. there is going to be a fire that is going to burn all your problems in your life. അത് നിന്റെ ജീവിതത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ ദഹിപ്പിക്കുന്ന ആ തീയായിരിക്കും. That will be a fire which will dispel all the division, spirits of division. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം തീ കൊണ്ട് നമുക്ക് ഉത്തരം നൽകുന്ന ദൈവമാണ്. Our God is a God who answers by fire. ഇനി ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടെ പറഞ്ഞിട്ട് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. I want to say one or two things and conclude. 138 സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ, When we read 138 Psalm and the third word, ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നിലവിളിച്ചപ്പോൾ ദൈവം എനിക്ക് ഉത്തരം നൽകി. here Psalmist says, in the day when I cried, thou answered me. വായിച്ചാൽ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിളിച്ചപേക്ഷിച്ചതായ നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി. In the day when I cried, thou answered me. എന്താണ് ദൈവം നൽകിയ ഉത്തരം?
What was the answer given by God? എനിക്ക് ബലം നൽകി, എനിക്ക് ധൈര്യം നൽകി. He gave strength, he gave courage to me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇവിടെ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. Here psalmist speaks about two things. ഒന്ന്, ദൈവം എനിക്ക് ബലം നൽകി. One, God gave me strength. മനുഷ്യൻ പൊതുവെ അവൻ ബലഹീനനാണ്. Man in general, he is weak. അവന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് മുമ്പ് അവൻ ബലഹീനനായിട്ട് നിൽക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. Even from the word of God we can understand before many problems man is weak. എന്നാൽ ദൈവവചനം പറയുകയാണ്, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം നൽകി, എനിക്ക് ബലവും ധൈര്യവും തന്നു. But here the word of God says, in the day when I cried, thou answered me, and thou hast given me strength and courage. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. In your life you may be a person praying unto God. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു. Apostle Paul prayed unto God 3 times. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് തന്റെ ജീവിതത്തിൽ താൻ ഒരു ബലഹീനപ്പെട്ടതായ അവസ്ഥയെ താൻ ഉണർവാനിടയായി തീർന്നു. When he prayed 3 times, he realized that he is in a weak state in his life. അവിടെ നാം വായിക്കുമ്പോൾ തനിക്ക് മറുപടി കിട്ടിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. When we read this portion, we can understand he did not receive the answer. താൻ പ്രതീക്ഷിച്ചതായ ഒരു മറുപടിയല്ല അവിടെ കിട്ടുന്നത്. He did not receive an expected answer. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ അവസാനമായി ദൈവം തന്നോട് സംസാരിക്കുകയുണ്ടായി. After praying for 3 times, finally God spoke to him. എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുമെന്ന് ദൈവം പറയുകയുണ്ടായി. God said, my grace is sufficient for thee, in thy weakness my grace shall ഞാൻ be അവനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എനിക്ക് ബലം നൽകി. When I called upon him, he gave strength unto me. ഇന്ന് രാത്രികാലം നീ തെറ്റിദ്ധാരണയോട് പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ല എന്ന് നിരാശപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, You might have come here with a misunderstanding that I have prayed unto God many times, there was no answer. ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുകയാണ്. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ മതി, നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി നിന്നിൽ തികഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. Unto Apostle Paul, God answered and said, my grace is sufficient for thee, in thy weakness my power will abound. ദൈവം എനിക്ക് ബലം നൽകി, എനിക്ക് ഉത്തരം നൽകി എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. The psalmist says, God answered me and gave me strength. ഇന്ന് രാത്രി നിനക്കുള്ളതായ ഉത്തരം എന്താണ്? What is the answer that is needed for you? 3 വട്ടം പ്രാർത്ഥിച്ച പൗലോസിന് ദൈവം ഉത്തരം നൽകി. God answered unto Paul who prayed 3 times. എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for പല thee. വിഷയങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ച് ഭാരപ്പെട്ട് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, You might have come here with burden that your prayers are not answered. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് രാത്രി ഉത്തരം നൽകുന്ന ദൈവമാണ്. Tonight God wants to give you an answer. ശത്രു നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, When the enemy is trying to burden you, നീ ബലഹീനപ്പെട്ടു പോയെന്ന് വിചാരിക്കുമ്പോൾ, when you think that you have become very weak, ഇതാ ദൈവം നിനക്ക് ഉത്തരം നൽകുന്നു. behold, God is giving you an അവൻ answer. എനിക്ക് ഉത്തരം നൽകി, അഥവാ അവൻ എനിക്ക് ബലം നൽകി. He gave me answer, that is, he gave me strength. ഇന്ന് രാത്രി ആ ബലം എന്താണ്? ദൈവമക്കൾ കരമുയർത്തി ഏറ്റു പറയാം. Today the children of God must lift up your hand and say, അതാണ് what is it? ദൈവത്തിന്റെ കൃപ. That is the grace of God. അതാണ് ദൈവത്തിന്റെ കൃപ. That is the grace of ആ God. കൃപ മതി എന്ന് പറയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. All those say that grace is sufficient. Praise അതാണ് God. നിനക്കുള്ള ഉത്തരം. That is your answer. കർത്താവ് നിനക്ക് ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുകയോ? God has already answered you. അപ്പോൾ പൗലോസ് എന്താണ് ഇപ്പോൾ പറയുന്നത്? Now what does St. Paul ഇപ്പോൾ say? ഞാൻ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. Now I will boast in my weakness. ശത്രു നിന്റെ അടുത്ത് ഇന്ന് രാത്രി ഇരുന്ന് നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, Tonight when the enemy is coming near to you and causing pain, നിനക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, when he is causing burden saying that you haven't നിനക്ക് received ദൈവം answer, നൽകിയ ഉത്തരം എന്താണ്? what is the answer given by എന്റെ God? കൃപ നിനക്ക് മതി. My grace is ആ sufficient കൃപ for you. എനിക്ക് മതി. My grace is ആ sufficient for കൃപ you. നിന്റെ ജീവിതത്തിൽ ദൈവശക്തിയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. And God is, that grace is bringing power in your life. എപ്പോഴെല്ലാം ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണമോ, Wherever you need the power of God, അവൻ എനിക്ക് ഉത്തരം നൽകി, അവൻ എനിക്ക് ബലം തന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. the psalmist says, he answered me and he gave me strength. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവത്തിന്റെ കൃപയാണ്.
The answer for your prayer is the grace of God. എന്റെ കൃപ മതി എന്നാണ് ഉത്തരവെങ്കിൽ വേറെ ഒന്നും വേണ്ട എന്ന് പൗലോസ് ഏറ്റു പറഞ്ഞു കാണും. St. Paul might have said, if thy grace is the answer, that is only enough for me. ഇന്ന് രാത്രി എന്നോടൊപ്പം അത് ഏറ്റു പറയുവാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? How many of you together with me confess that? പൗലോസ് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ When St. Paul was thinking about തനിക്ക് it, മനസ്സിലായ ഒരു സത്യമുണ്ട്. there was one truth he realized. അന്നത്തെ പ്രശ്നങ്ങൾ അന്ന് തനിക്ക് മറുപടി കിട്ടിയിരുന്നുവെങ്കിൽ, If he had received answer for his ആ problems, at that time, പ്രാർത്ഥനയ്ക്ക് അന്ന് മറുപടി കിട്ടിയിരുന്നുവെങ്കിൽ, if he had received answer for that prayer, അന്നുകൊണ്ട് ആ പ്രശ്നത്തിന് അല്ലെങ്കിൽ മറുപടി കിട്ടിയ ആ വിഷയം അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. by that answer the problem would have solved and ended. എന്നാൽ ഈ ദൈവത്തിന്റെ കൃപ ഉടനീളം തന്നോട് കൂടെ ഉണ്ടായിരുന്നു. But this grace of God continued to be with him. എപ്പോഴെല്ലാം ബലഹീനപ്പെട്ടുവോ, Whenever he became weak, എപ്പോഴെല്ലാം താൻ ക്ഷീണിച്ചു പോയോ, whenever he became weary, അപ്പോൾ ദൈവ കൃപ വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. that time the grace of ഇന്ന് God was രാത്രി working. എനിക്ക് അങ്ങനെയുള്ള ഉത്തരം മതി എന്ന് പറയുന്ന ദൈവമക്കളെ എത്ര പേരുണ്ട്? How many children of God want to say, I need such an answer? എന്റെ കൃപ മതി എന്ന ഉത്തരം എനിക്ക് മതി. I need the answer that my grace is sufficient for me. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. It is God who is strengthening us. രണ്ടാമത് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, When we come to 2 Chronicles chapter 20 verse 12, ശത്രുക്കളെ കണ്ട് ഭയപ്പെട്ടതായ ഒരു രാജാവിന്റെ പ്രാർത്ഥനയെ സംബന്ധിച്ച് നമുക്ക് കാണാം. there we can see the prayer of a king who was താൻ afraid ഒരു of the enemy. ശക്തനായ രാജാവായിരുന്നു, യുദ്ധത്തിൽ ജയം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. He was a mighty king. He has taken victory so many എന്നാൽ times. ഇപ്പോൾ തന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുക്കളെ ജയിക്കുവാൻ തനിക്ക് ശക്തിയോ ബലമോ ഇല്ല എന്ന് പരസ്യമായി താൻ ഏറ്റുപറയുകയാണ്. But he is openly confessing that he does not have the strength or power to overcome the enemy. ശത്രുക്കൾ തന്റെ മുൻപിൽ നിൽക്കുന്നു, And the enemies are before him. പ്രശ്നങ്ങൾ തന്റെ മുൻപിൽ നേരെ നേരെ നിൽക്കുന്നു. The problems are directly facing him. ശത്രുക്കൾ തന്നെക്കാളും ബലവാന്മാരാണ്. And the enemy are mightier than them. ശത്രുക്കൾ തന്നെക്കാളും ആയുധ ശക്തിയുള്ളവരാണ്. And they have mightier weapon than this king. അവർ ഇവരെ തകർത്ത് കളയുവാൻ ശക്തരായി മുൻപിൽ നിൽക്കുമ്പോൾ, And as they were standing as a mighty enemy, താൻ ദൈവത്തോട് ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. here we can see a prayer where he is confessing തന്റെ unto God. ബലഹീനതയെ സംബന്ധിച്ച് ദൈവത്തോട് താൻ പറയുകയാണ്. He is telling about his ഈ weakness to God. പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ നിന്റെ മുൻപിലുള്ള ശത്രുവിനെ ജയിക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ നീ ബലഹീനപ്പെട്ടവനായിരിക്കാം. Tonight you have come to this prayer, you might be very weak before your enemy. നിന്റെ കുടുംബത്തിന് വിരോധമായി പോരാടുന്ന ശക്തികളെ ജയിക്കുവാൻ കഴിയാതെ ഒരുപക്ഷെ നീ ബലഹീനനായി വന്നിട്ടുണ്ടായിരിക്കാം. You are unable to overcome the enemies of your family and you are weak today. എന്നാൽ ഈ രാജാവ് ദൈവത്തെ നോക്കി നിലവിളിക്കുകയാണ്. But this king is crying unto the Lord. സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. I have nobody except thee to help us. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ, When there is a conflict between a mighty and the ഇപ്പോൾ weak, ഒരു ബലഹീനനായ മനുഷ്യൻ നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, here a weak man is crying, ആ ബലഹീനനായ മനുഷ്യന്റെ യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുക്കുന്നു. the Lord will take up the battle of the weak person. ഇന്ന് രാത്രി കാലം ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. Tonight the Lord wants to strengthen you. നിന്റെ പ്രശ്നം എത്ര വലിയതുമായിക്കൊള്ളട്ടെ, Whatever may be the problem in നിന്റെ your life, കണ്ണുകൊണ്ട് കാണുന്നത് അത് ഭോഷ്കളത് സത്യം തന്നെയാണ്. whatever you are seeing with your eyes, it is not നിന്റെ a lie. പ്രശ്നം യാഥാർത്ഥ്യം തന്നെയാണ്. Your problem is real. നീ അത് കണ്ടത് ശരിയായ കാര്യം It തന്നെയാണ്. is true that you have seen it. നിന്നെക്കാളും നിന്റെ ശത്രു ശക്തിയുള്ളവൻ തന്നെയാണ്. It is true that your enemy is എന്നാൽ mighty. ഇന്ന് രാത്രി ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Tonight the Lord wants to strengthen you, നിന്റെ ശത്രുവിനെ മുൻപിൽ നിൽക്കുവാൻ, to stand before your enemy, നിന്റെ പ്രശ്നങ്ങളെ ജയിക്കുവാൻ. to overcome your problem. ഒരു സർവശക്തനായ യേശു ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. Almighty Lord Jesus is here. അവൻ ദൈവജനത്തെ ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. He wants to give power to the people of God. ഈ രാജാവ് പരാജയപ്പെട്ടില്ല. This king was not ഈ defeated. രാജാവ് തോറ്റുപോയില്ല. This king was not defeated. ഇവൻ ബലഹീനനായിരുന്നു എങ്കിൽ അവൻ ജയിച്ചുവെങ്കിൽ, Though he was weak, he was able to take victory. ഇന്ന് രാത്രി നിന്നെയും
കർത്താവായ യേശു ആ ജയം നൽകി അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Tonight the Lord Jesus want to give the same victory to you and send you back from this place. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ലൂക്കോസിൽ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ When we come to the Gospel of Luke chapter 13 verse 11 and 12, അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വാക്യം വായിക്കുവാൻ സാധിക്കും. there we read a verse like this. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച് ബലഹീനപ്പെട്ടതായ ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണ്. There it is mentioned of a woman who was afflicted with the spirit of ഈ infirmity. രോഗത്തിന്റെ ആത്മാവ് തന്നെ ബലഹീനപ്പെടുത്തി എന്നാണ് മറ്റുള്ള പരിഭാഷകളിൽ പറഞ്ഞിരിക്കുന്നത്. In other translation, it is said that the sickness made her weak. രോഗം മനുഷ്യനെ ബലഹീനപ്പെടുത്തും. The sickness makes a person അവൾ weak. ബലഹീനപ്പെട്ടു പോയി. When she became weak, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ വന്നിട്ട് അവളെ സൗഖ്യമാക്കി. but Jesus Christ came to that place and ഈ healed her. ബലഹീനപ്പെടുത്തുന്നതായ ആത്മാവിനെ യേശു ഭത്സിച്ച് അവളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. The Lord rebuked the spirit of infirmity and cast her out. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രിയമുള്ളത്. Beloved, let's close our eyes. കർത്താവായ യേശു ഇന്ന് രാത്രി ഇവിടെയും ഉണ്ട്. Jesus Christ is in this place. ആരെല്ലാം രോഗത്താൽ ബലഹീനപ്പെട്ടിരിക്കുന്നു, Whosoever is weak because of sickness, ഈ ശബ്ദത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, whosoever may be hearing to this voice, യേശുവിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കാൻ പോകുകയാണ്. the power of God is Jesus is going to work in this place. കർത്താവ് പലർക്കും തീ കൊണ്ട് ഉത്തരം നൽകുവാൻ പോകുകയാണ്. The Lord is going to answer many by fire. എന്താണ് നാം വായിച്ചു കേട്ട തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്? What did we read from the scriptures? എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമല്ല. Call upon me and I will answer thee. നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, Whatever may be your problem, നിന്റെ ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ, what may be your need, നിന്റെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, whatever may be your sickness, വിശ്വസിക്കുന്ന ദൈവമക്കൾ all those who believe, ഒരു കാര്യം മാത്രം മനസ്സിലാക്കണം. one thing you must understand. ഉത്തരം കിട്ടിയാൽ അഗ്നി ഇറങ്ങിയിരിക്കും. If there is an answer, there will be an answer of fire. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നു എങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can you understand that you have received answer for your കസാരയിലും prayer? താഴെയും ഇരിക്കുന്ന ദൈവമക്കളെ, All those who are seated on the mat and those who നിങ്ങളുടെ are sitting on പ്രശ്നങ്ങൾക്ക് chairs. കർത്താവ് ഉത്തരം നൽകി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How can you understand the Lord has answered your problem? ഏലിയാവിന്റെ യാഗപീഠത്തിൽ തീ വന്ന് ഇറങ്ങി, അങ്ങനെയാണ് ഉത്തരം ദൈവം നൽകിയത്. As the Lord answered for the Elijah by sending fire. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ സമയത്ത് Then we are going to pray. പാട്ട് പിന്നീട് നമ്മൾ പാടുന്നതായിരിക്കും. We'll be singing later. പ്രാർത്ഥിച്ചതായ യാഗത്തെ തിരഞ്ഞെടുത്ത് യഥാർത്ഥമായ യാഗം അർപ്പിച്ചതായ ദൈവമക്കളുടെ മേൽ ഇന്ന് രാത്രി അഗ്നി വന്ന് ഇറങ്ങും. അത് ദൈവത്തിന്റെ വചനമാണ്. All the children of God who have chosen the correct sacrifice and are going to offer upon them, the fire of God will come down. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകും. Call upon me and I will answer thee. ഏലിയാവ് യാഗപീഠത്തിൽ വെള്ളം കോരി ഒഴിക്കുവാൻ പറഞ്ഞു. Elijah commanded them to pour water around the altar. അത് കൃത്രിമമായിട്ട് മറ്റുള്ള രീതിയിൽ കത്തിച്ചതാണെന്ന് മറ്റുള്ളവർ പറയും. Others may say that it was artificially caused fire. എന്തെങ്കിലും കൃത്രിമമായ രീതിയിൽ സൗഖ്യം കിട്ടിയതെന്ന് മറ്റുള്ളവർ പറയും. Others may say that sickness was healed by some artificial അത് means. ഏതെങ്കിലും രീതിയിൽ വിടുതൽ കിട്ടിയെന്ന് മറ്റുള്ളവർ പറയും. Others may say that you are healed because of some method. ഒരിക്കലും തീ കത്തുവാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് യാഗപീഠത്തെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. There was no chance for fire to come down because the altar was filled with water. അവിടെയാണ് ദൈവത്തിന്റെ അഗ്നി വന്ന് ഇറങ്ങിയത്. But the fire of God came upon the ഇന്ന് altar. രാത്രിക്കാൽ Tonight, നിന്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം. your situation may not be favorable. നിന്റെ അടുത്തിരിക്കുന്നവർ ഒരുപക്ഷെ വേണ്ടതുപോലെ യാഗം അർപ്പിക്കാത്തവരായിരിക്കാം. People who are sitting near to you may not offer a proper അവർക്ക് sacrifice. ഒരുപക്ഷെ വിശ്വാസമില്ലായിരിക്കാം. Perhaps they may not have the faith. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ തീ വന്ന് ഇറങ്ങിയതായ സമയത്ത്, But when you pray and the fire came down, അവർക്ക് വിരോധമായി പ്രവർത്തിച്ചതായി ശക്തികൾ ഓടാൻ തുടങ്ങി. all the enemies that were working against them started യാഗം fleeing. അർപ്പിച്ചപ്പോൾ അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. When the sacrifice was യാഗം offered, they were there. തെരഞ്ഞെടുത്തപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നു. When the sacrifice was chosen, they were യാഗപീഠം there. പണിതപ്പോൾ അവർ ഉണ്ടായിരുന്നു. When the altar was built, they were there. യാഗവസ്തുവായി അതിനെ നുറുക്കി യാഗപീഠത്തിൽ വെച്ചപ്പോൾ അവർ ഉണ്ടായിരുന്നു. When the sacrifice was cut and placed, വെള്ളം there കോരി was there. ഒഴിച്ചപ്പോൾ അവർ ഉണ്ടായിരുന്നു. Even when the water was poured, they were there. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. Even when they were praying, കർത്താവേ, they were ഞാൻ there. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നീ പറയാം, You may say, ഞാൻ I'm യാഗം praying, അർപ്പിക്കുന്നുണ്ടെന്ന് പറയാം. I'm offering sacrifice. എന്നാൽ അവിടെ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. But the problem is solved there. അവസാനം ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്: Finally, one തീ thing was said. കൊണ്ട് ഉത്തരമറിയുന്ന ദൈവമാണ് ദൈവം. My God is a ഈ God who answers പ്രാർത്ഥനയ്ക്ക് നീ by fire. കടന്നു വന്നു എന്നുള്ളത് ശരിയാണ്. It is true that you have come for this. ഇത്രയും സമയം വചനം കേട്ടത് ശരിയാണ്. You heard all the words of എന്നാൽ God. തീ നിന്നിൽ കത്തുന്നുവെങ്കിൽ But if there is a fire of God, യാഗം ദൈവം അംഗീകരിച്ചു
എന്ന് that the Lord is accepted your നിനക്ക് sacrifice. വിരോധമായി പോരാടുന്ന ശക്തികൾ All the powers working against ഇന്ന് രാത്രി അലറി വിളിച്ചുകൊണ്ട് ഓടുവാൻ പോകുകയാണ്. they are crying and fleeing from നിന്റെ you. കുടുംബത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ, All the powers which are നിന്റെ causing അനുഗ്രഹത്തെ തടഞ്ഞ ശക്തികൾ, the powers that is stopping നിന്റെ you. നന്മയ്ക്ക് വിരോധമായി പോരാടിയ ശക്തികള്, All the powers നിന്റെ stopping you. ശുശ്രൂഷക്കെതിരെ പോരാടുന്ന ശക്തികള് All the powers working ഇതാ against you. ഇപ്പോൾ Right now, അഗ്നി ഇറങ്ങുവാൻ പോകുകയാണ്. fire is going to come down. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ As we keep praying, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, whatever may be the ഈ situation, പന്തലിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മേൽ all those who are seated on the അഗ്നി bundle, വന്ന് ഇറങ്ങുന്ന സമയമാണ്. this is the time the fire will come down. ദയവായി ശ്രദ്ധിച്ചാൽ Listen carefully. അഗ്നി ഇറങ്ങുമ്പോൾ When the fire comes down, അന്യമായി ശക്തികൾ ഓടും. all the strange അതുകൊണ്ട് powers- ആരും കണ്ണു തുറന്നിരിക്കരുത്, please do not open your eyes. ആരും അലസരായിരിക്കരുത്. Do not sit last. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായി, Whatever may be the നിനക്ക് problem, വിരോധമായി പോരാടിക്കൊണ്ടിരിക്കുന്നതായി, whatever the powers നിന്റെ working against അനുഗ്രഹത്തെ തടയുന്നതായ, what is നിനക്ക് preventing you, ഇത്രയും വർഷം ഉത്തരം കിട്ടാത്തതായ the answer that you didn't പല receive for many years. പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി കർത്താവ് ഉത്തരം നൽകുവാൻ പോകുകയാണ്. Tonight the Lord is going to answer many prayers. ഇന്ന് രാത്രി Tonight, ഇപ്പോൾ right now, ഇതോ ദൈവശക്തി the power of ഈ God പന്തലിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഇറങ്ങുകയാണ്. is going to come upon everyone seated in നിന്റെ this. മേൽ അഗ്നി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. The fire of God is coming down. അഗ്നി ഇതാ കത്തുകയാണ്. The fire is burning. ഇതാ അഗ്നി കത്തുന്നു. The fire is burning. അതെ, നിന്റെ നിന്ദകൾ നീങ്ങുന്നു. And all the divisions are നിന്റെ removed. നിന്ദയെ തുടച്ചു മാറ്റുന്നു. Lord is removing your reproach. ദൈവ അഗ്നി, The power of fire of God, പരിശുദ്ധാത്മാവ അഗ്നി the holy fire ഇപ്പോൾ കത്തുന്നു. is burning now. ദുഷ്ട ശക്തികൾ പലരുടെ ജീവിതത്തെ തകർത്തുകൊണ്ടിരുന്ന ശക്തി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. All the evil powers destroying your life are fleeing. രോഗശക്തി ഓടുന്നു. All the power of sickness is going out. ആത്മാവിൽ ഞങ്ങൾ അത് ഉണരുകയാണ്. In spirit we recognize. ആത്മാവിൽ അത് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. In spirit we are discerning that. നിന്നോട് പോരാടുന്ന ശക്തി ഇതാ നിന്നെ വിട്ടുപോകുകയാണ്. All the powers working against you are fleeing from you. കാരണം എന്താണെന്ന് അറിയാമോ? You know what is the reason? അഗ്നി കത്തി തുടങ്ങി. The fire is burning. അഗ്നി കത്തി തുടങ്ങി. Fire is burning. ശത്രു നിൽക്കാൻ പറ്റുകയില്ല. The enemies are able to. അന്ധകാര ശക്തി ഓടുകയാണ്. The power of darkness is fleeing. അനേകർ വിടുതൽ പ്രാപിക്കുന്നു. Many are receiving deliverance. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. അവങ്കലേക്കു നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം തെല്ലും ലജ്ജിച്ചതില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു. 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 ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എനിക്കുത്തരം തന്നു.